ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ അതിൽ ആക്ടിവിറ്റീസ് പദങ്ങളുടെ അർത്ഥം ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? ഗണനാഥൻ, ഗണപതി, കുംഭ, കുടവയർ, ചെടിതി, വേഗം, അമൃതേത്ത്, രാജാക്കന്മാരുടെ ഭക്ഷണം, ഒടുങ്ങി, തീർന്നു, അല്ലേ? പിന്നെ പര്യായ പദങ്ങള് ചെടിതി, ക്ഷിപ്രം. ക്ഷിപ്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അർത്ഥം, സത്വരം, അല്ലേ? വേഗത്തില്, വേഗത്തിൽ, ശീഘ്രം. ഇതൊക്കെ വേഗത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എന്ന അർത്ഥം വരുന്ന പദങ്ങളാണ്. ചെടിതി. ഗണപതി, ഗജാനനൻ, ഗജമുഖൻ, വിഘ്നേശ്വരൻ. വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞാല് വിഘ്നം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തടസ്സം. അപ്പൊ തടസ്സങ്ങള് ഇല്ലാതാക്കുന്ന ആള്. അപ്പൊ വിഘ്നേശ്വരൻ. അപ്പൊ താഴെ കൊടുത്തിട്ടുണ്ട് എന്ത്? അമൃതേത്ത്, പള്ളിയുറക്കം, പള്ളിമെത്ത, പള്ളി നീരാട്ട് എന്നീ പദങ്ങളെല്ലാം രാജകീയ പ്രയോഗങ്ങളാണ് എന്ന്. അപ്പൊ ഇവിടെ നമുക്ക് അമൃതേത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാഠത്തില്. നെക്സ്റ്റ് ഉത്തരം കണ്ടെത്തുകയാണ്. അതില് ഗണപതിയുടെ അമൃതേത്തിന്റെ വിഭവങ്ങൾ എന്തെല്ലാം? എന്തെല്ലാണ് ഗണപതിയുടെ അമൃതേത്തിന്റെ വിഭവങ്ങള്? എന്തൊക്കെയായിരുന്നു മക്കളെ? നല്ല ചോറും കദളീകുളവും നറുനെയ്യീവക, അല്ലേ? ഓക്കെ, ഇതൊക്കെയായിരുന്നു അല്ലെ ഗണപതിയുടെ അമൃതത്തിന്റെ വിഭവങ്ങൾ. നെക്സ്റ്റ്, ഗണേശൻ പഴം വിഴുങ്ങിയത് എങ്ങനെ? ഗണേശൻ പഴം വിഴുങ്ങിയത് എങ്ങനെ? എങ്ങനെയാ? കുലയതെടുത്തു കുടഞ്ഞു പഴങ്ങൾ, കുലയുടെ കൂടെ അതൊക്കെയും ഒടുങ്ങി, അല്ലേ? ഓക്കെ, അങ്ങനെയാണ് ഗണേശൻ പഴം കഴിച്ച്. കുലയന്നെ എടുത്ത് കുടഞ്ഞു, എന്നിട്ട് എല്ലാം മുഴുവനും കഴിച്ചു, അല്ലേ? നെക്സ്റ്റ്, ഗണപതിക്ക് ദേഷ്യം വരാൻ കാരണം എന്ത്? എന്തുകൊണ്ടാ ദേഷ്യം വന്നേ? ഭക്ഷണം തീർന്നു പോയതുകൊണ്ട്. ഭക്ഷണം ആദ്യം തന്നെ കൊടുക്കണം, അല്ലെ? അപ്പൊ ഭക്ഷണം കുറഞ്ഞു പോയതുകൊണ്ടാണ് എല്ലാം എടുത്ത് കഴിച്ചത്. അപ്പൊ ഗണപതിനെ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ബഹുമാനിക്കണം, അല്ലെ? ഓക്കെ, എന്ത് കാര്യത്തിന്? നെക്സ്റ്റ്, കോപിഷ്ഠനായ ഗണപതി എന്തെല്ലാം വിഴുങ്ങിന്ന്? അടുത്ത ചോദ്യം. എന്തൊക്കെയായിരുന്നു വിഴുങ്ങിയത്? പച്ചക്കായും പപ്പടവും പല പച്ചക്കോപ്പുകളൊക്കെ, അല്ലെ? പിന്നെ തൈര്, മോര്, കുംഭം, പിന്നെന്താ? ഉപ്പ്, മുളക്, ചപ്പ്, ചിപ്പ്, പിന്നെന്താ? വിളക്ക്, പിന്നെ ചെമ്പുകൾ, അല്ലെ? ചെമ്പുകൾ അങ്ങമതി തുടങ്ങിയ. ഓക്കെ, ചട്ടുകം, പല കുട്ടുകം, വട്ടികള്, പിന്നെയോ ഉരുളി വിഴുങ്ങിന്നുണ്ട്, ഉരുളി, പിന്നെ അരകല്ല്, ഉലക്ക, പാത്രംശാല, അല്ലെ? അതിപ്പോ പാത്രം മുഴുവനും. പിന്നെന്താണ്? തൂണ്. ഇത്രയും കാര്യങ്ങളാണ് ഗണപതിക്ക് ദേഷ്യം വന്നപ്പോൾ വിഴുങ്ങിയത്. കോപിഷ്ഠനായ ഗണപതി വിഴുങ്ങിയത്. തൂണ് വിഴുങ്ങിയത് എപ്പോഴാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് പറയണ്ട, അല്ലെ? ലാസ്റ്റ് ആദ്യമേ ചോദിക്കുന്നുണ്ട് തൂണ് വിഴുങ്ങിയത് എപ്പോഴാണെന്ന്. എപ്പോഴാണ്? ആർത്തി പെരുത്ത് സഹിക്കരുതാഞ്ഞിട്ടൻ അൻപിനോടൊത്തൊരു തൂണ് വിഴുങ്ങി. അപ്പോ ഇതൊക്കെ കഴിച്ചിട്ടും ആർത്തി, എന്ത്? ആഗ്രഹം, അല്ലെ? ആർത്തി എന്ന് പറയുന്നത് നമ്മള് കഴിക്കാനുള്ള ഒരു ത്വര, അല്ലെ? ആർത്തി. ഓക്കെ, അപ്പൊ ആർത്തി പെരുത്ത്, പെരുക്കുക പറഞ്ഞാല് കൂടി വരിക. ആർത്തി പെരുത്ത് സഹിക്കരുതാഞ്ഞിട്ട് അൻപിനോടൊത്തൊരു തൂണും വിഴുങ്ങി. അപ്പോഴാണ് എല്ലാ സംഭവവും കഴിച്ചതിന് ശേഷവും ആർത്തി പോകാതെ അദ്ദേഹം എന്ത് വിഴുങ്ങി? തൂണും വിഴുങ്ങി. ഓക്കെ, അപ്പൊ ആ പാഠം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നല്ലപോലെ വായിക്കണം. ദീ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. ശ്രേയ ഉണ്ടായിരുന്നില്ല, ദീ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഗണപതിയുടെ സദ്യയൂണ് എന്ന പാഠഭാഗമാണ്. അപ്പൊ ഇവര് രണ്ടുപേര് നിങ്ങൾ വായിച്ചില്ലേ? ഷോണും വായിച്ചില്ല അല്ലേ മോനെ? പാഠം വായിച്ചോ ഷോൺ? ക്ലാസ്സിന്ന് വായിച്ചില്ലല്ലോ. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കേ, എന്നിട്ട് നിങ്ങളെ കൊണ്ടൊന്ന് വായിപ്പിക്കണം.
ഇലയുടെ അരികെ പലകയുമിട്ട് വലിയൊരു ഗണനാഥനെയുമിരുത്തി നല്ലൊരു ചോറും കദളീകുളവും നറുനെയ്യ് ഈ വകയൊക്കെ വിളമ്പി അമ്പൊടു ഗണപതി തന്നെ മടിയിൽ കുമ്പയതുക്കിയിട്ടൂണു തുടങ്ങി. ചെടുതി വിളമ്പിന വിഭവമതെല്ലാം ചെടു തന്നെ അമൃതേത്തു കഴിച്ചു. വച്ചൊരു ചോറും കറികളുമെല്ലാം കൊച്ചു ഗണേശൻ കൊറ്റു കഴിച്ചു. കുലയതെടുത്തു കുടഞ്ഞു പഴങ്ങൾ കുലയുടെ കൂടെയതൊക്കെയൊടുങ്ങി. പച്ചക്കായും പപ്പടവും പല പച്ചക്കോപ്പുകളൊക്കെയൊടുങ്ങി. തൈരതൊടുങ്ങി മോരതൊടുങ്ങി സ്വൈരം കുംഭവും ഒക്കെ തീർന്നു. ഉള്ളത ശേഷം ഒടുങ്ങിയിട്ടവനുടെ ഉള്ളിലൊരാദി വളർന്നു വശായി. ഉപ്പും മുളകും ചപ്പും ചിപ്പും ക്ഷിപ്രം ഗണപതി അപ്പടി തിന്നു. ഒറ്റക്കൊമ്പനു കൊറ്റുമുഴക്കാഞ്ഞേറ്റം കോപിച്ചെഴുന്നേറ്റുടനെ മുമ്പിലിരുന്ന വിളക്കു വിഴുങ്ങി ചെമ്പുകളങ്ങ് അമൃതേത്തു തുടങ്ങി. ചട്ടുകവും പല കുട്ടുകവും ചില വട്ടികൾ എന്നിവയൊക്കെ വിഴുങ്ങി. മുരളി നടന്നങ്ങുരുളി വിഴുങ്ങിയിട്ടതിരുചിയോടരകല്ലു വിഴുങ്ങി. കട്ടോടങ്ങളുലക്കയും ഈ വക പാത്രം ശാലയുമൊക്കെ വിഴുങ്ങി. ആർത്തി പെരുത്തു സഹിക്കരുതാഞ്ഞിട്ടൻപിനൊടൊത്തൊരു തൂണു വിഴുങ്ങി. സത്വരമങ്ങു നെടുമ്പുരയുണ്ടു തൃപ്തി വരാഞ്ഞു ഗണേശസ്വാമി. കണ്ടത ശേഷവും ഉണ്ടിട്ടുംബത കൊണ്ടാ കൊണ്ടാ എന്നരുൾ ചെയ്തു. അല്ലേ? ഓക്കെ, ഷോണൊന്ന് പാടിയേ ഷോണേ. ഇലയുടെ അരികെ പലകയുമിട്ട് വലിയൊരു ഗണനാഥനെയും ഇരുത്തി നല്ലൊരു ചോറും കദളീകുളവും നറുനെയ്യ് വകയൊക്കെ വിളമ്പി അമ്പോട് ഗണപതി തന്നെ മടിയിൽ ഒതുക്കിയിട്ട് ഊണ് തുടങ്ങി എന്നർത്ഥം. തുടങ്ങി. ജടുതി വിളമ്പിന വിഭവമതെല്ലാം ചെടുതെന്നമൃതേത്തു കഴിച്ചു. എന്നമൃതത്തേത്ത് കഴിച്ചു. വച്ചൊരു ചോറും കറികളുമെല്ലാം കൊച്ചു ഗണേശൻ കൊറ്റു കഴിച്ചു. കുലയതെടുത്തു കുടഞ്ഞു പഴങ്ങൾ കുലയുടെ കൂടെ അതൊക്കെ ഒടുങ്ങി. പച്ചക്കായും പപ്പടവും പല പച്ചക്കോപ്പുകളൊക്കെ ഒടുങ്ങി. തൈര് തുടങ്ങി മോര തുടങ്ങി സ്വൈരം കുംഭവും ഒക്കെ തീർന്നു. ഉള്ളത ശേഷം ഒടുങ്ങിയിട്ടവനുടെ ഉള്ളിൽ ഒരാദി വളർന്നു വശായി. ഉപ്പും മുളകും ചപ്പും ചിപ്പും ക്ഷിപ്രം ഗണപതിയപടി തിന്നു. ഒറ്റക്കൊമ്പന് കൊറ്റുമുഴക്കാഞ്ഞേറ്റം കോപിച്ചെഴുന്നേറ്റുടനെ മുമ്പിലിരുന്ന വിളക്കു വിഴുങ്ങി. ചെമ്പുകളങ്ങനെ അമൃതേത്തു തുടങ്ങി. ചട്ടുകവും പല കുട്ടകവും ചില വട്ടികളെന്നിവയൊക്കെ വിഴുങ്ങി. മുരളി നടന്നങ്ങുരുളി വിഴുങ്ങിയിട്ടതിരുചിയോടരകല്ലു വിഴുങ്ങി. കട്ടോടങ്ങളുലക്കയും
മീവക പാത്രശാലയും ഒക്കെ വിഴുങ്ങി ആർത്തി പെരുത്തു അൻപിനോടൊത്തൊരു തൂണു വിഴുങ്ങി സത്വരമങ്ങ് നേടുംപുരയുണ്ട് തൃപ്തി വരാനു ഗണേശസ്വാമി കണ്ടത് ശേഷവും മുണ്ടിട്ടും ബത കൊണ്ട എന്നരുൾ ചെയ്തു. എന്ന് അരുൾ ചെയ്തു പറഞ്ഞു. ഓക്കെ, ദിയ. ഇലയുടെ അരികെ പലകയും ഇട്ട് വലിയൊരു ഗണനാഥനും ഇരുത്തി നല്ലൊരു ചോറും കദളി ഗുണവും നെറുനെയ്യാക്കി വിളമ്പി അമ്പോട് ഗണപതി തന്നോട് മടിയിൽ കുമ്പയൊക്കെ ഇടുന്നു തുടങ്ങി. ഞെടുതി വിളമ്പിനതുമെല്ലാം അമൃതത്തെ കഴിച്ചു. വെച്ചൊരു ചോറും കറികളുമെല്ലാം കൊച്ചു ഗണേശൻ കൊറ്റു കഴിച്ചു. കുരയെടുത്ത് കുടഞ്ഞു പഴങ്ങൾ കുരയുടെ കൂടെ അതൊക്കെ ഒടുങ്ങി. പച്ചക്കായും പപ്പടവും പല പച്ചക്കോപ്പുകളെല്ലാം ഒടുങ്ങി. തൈരോ തുടങ്ങി മോരോ തുടങ്ങി സൈര്യം കുമ്പവും ഒക്കെ തീർന്നു. ഉള്ളത് ശേഷം ഒടുങ്ങി. അവനുടെ ഉള്ളിലൊരാദി വളർന്നു വശായി. ഉപ്പും മുളകും ചപ്പും ചീപ്പും ക്ഷിപ്രം ഗണപതി അപ്പടി തിന്നു. ഒറ്റക്കൊമ്പന് കൊറ്റുമുഴക്കാൻ അറ്റം കോപിച്ചെഴുന്നേറ്റ് മുമ്പിലിരുന്ന വിളക്കു വിഴുങ്ങി. ചെമ്പുകളമൃതത്തെ തുടങ്ങി ചട്ടകവും പല കുട്ടകവും ചില വട്ടികൾ എന്നിവയൊക്കെ വിഴുങ്ങി. മുരളി തന്നെ നടന്നുരുളി വിഴുങ്ങിയിടതിരുചിയോടെ കല്ല് വിഴുങ്ങി. കട്ടോളങ്ങളിൽ ഈ ഉലക്കയും ഈ വക പാത്രശാലയുമാകെ വിഴുങ്ങി. ആർത്തി പെരുത്തു സഹിക്കരുതാഞ്ഞ് തൻപിനോടൊന്നൊരു തൂണു വിഴുങ്ങി. സത്വരമെങ്ങ് നെടുംപുരയോടു തൃപ്തി വരാതെ ഗണേശസ്വാമി കണ്ടത് ശേഷവും മുണ്ടിട്ടും ബത കൊണ്ട എന്നരുൾ ചെയ്തു. ഓക്കെ, ശ്രേയ കേൾക്കുന്നുണ്ടോ? ശ്രേയക്ക് കേൾക്കുന്നുണ്ടോ? ശ്രേയ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ശ്രേയക്ക് കേൾക്കുന്നുമില്ല. ശ്രേയ അവിടെ ഇല്ലാന്ന് തോന്നുന്നു. ശ്രേയ പ്ലീസ് അൺമ്യൂട്ട്. ശ്രേയ ഇല്ലേ ആളവിടെ? പാഠം 13 ഗണപതിയുടെ സദ്യയൂണ്. ഇലയുടെ അരികെ പലകയും ഇട്ട് വലിയൊരു ഗണനാഥനെയും ഇരുത്തി നല്ലൊരു ചോറും കദളീകുളവും നറുനെയ് ഈ വകയൊക്കെ വിളമ്പി അമ്പോട് ഗണപതി തന്നോട് മടിയിൽ കുമ്പയൊതുക്കി ടൂണു തുടങ്ങി. ചെടുതി വിളമ്പിന വിഭവമതെല്ലാം ചടിചടനെന്നമൃതേത്ത് കഴിച്ചു. വെച്ചൊരു ചോറും കറികളുമെല്ലാം കൊച്ചു ഗണേശൻ കൊറ്റു കഴിച്ചു. കുലയതെടുത്തു കുടഞ്ഞു പഴങ്ങൾ കുലയുടെ കൂടെ അതൊക്കെ ഒടുങ്ങി. പച്ചക്കായും പപ്പടവും പല പച്ചക്കോപ്പുകളൊക്കെ ഒടുങ്ങി. തൈര തുടങ്ങി മോര തുടങ്ങി സ്വൈരം കുംഭവും ഒക്കെ തീർന്നു. ഉള്ളത് ശേഷമൊടുങ്ങിട്ടവനുടെ ഉള്ളിലൊരാദി വളർന്നു വശായി. ഉപ്പും മുളകും ചപ്പും ചീപ്പും ക്ഷിപ്രം ഗണപതി അപ്പടി തിന്നു. ഒറ്റക്കൊമ്പന് കൊറ്റുമുഴക്കാൻ ഏറ്റം കോപിച്ചെഴുന്നേറ്റുടനെ മുമ്പിലിരുന്ന വിളക്ക് വിഴുങ്ങി. ചെമ്പുകൾ അങ്ങമൃതേത്ത് തുടങ്ങി ചട്ടുകവും പല കുട്ടകവും ചില വട്ടികൾ എന്നിവയൊക്കെ വിഴുങ്ങി. മുരളി നടന്നുരുളി വിഴുങ്ങിയിട്ടതിരുചിയോടെ കല്ല് വിഴുങ്ങി. കട്ടോടങ്ങളിലൊക്കെയും ഈ വക പാത്രശാലയും ഒക്കെ വിഴുങ്ങി. ആർത്തി പെരുത്തു സഹിക്കരുതാഞ്ഞിട്ടൻപിനോടൊത്തൊരു തൂണു വിഴുങ്ങി. സത്വരമങ്ങ് നെടുംപുരയുണ്ടു തൃപ്തി വരാഞ്ഞ് ഗണേശസ്വാമി കണ്ടത് ശേഷവും മുണ്ടിട്ടും ബത കൊണ്ട എന്നരുൾ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ പാഠം നമുക്ക് കഴിഞ്ഞു. നല്ലപോലെ വായിച്ചു പഠിക്കണേ എല്ലാവരും. ഓക്കെ, 21 ഇനി നമുക്ക് പാഠം 14 പാഠാണ്. ഞാൻ ഇന്നലെ നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും എഴുതിയെടുത്തോ? അത് ഒരു പാഠത്തിന്റെ നോട്ട് കണ്ടോ ആരെങ്കിലും?
കണ്ടോ ഷോണെ? കണ്ടോ ആൻമരിയ? ദീ എഴുതിയോ മോളെ? ശ്രേയ കേൾക്കുന്നുണ്ടോ? ശ്രേയ ആളവിടെ ഇല്ല, വെറുതെ ശ്രേയ അവിടെ ഉണക്കി വെച്ചതേ ഉള്ളൂ തോന്നുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് എല്ലാവരും എഴുതും. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് മറ്റേത് നോക്കാം കേട്ടോ തരാൻ. അവനെത്ര? അപ്പൊ ഇന്ന് നമുക്ക് 14-ാമത്തെ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഏത് ക്വസ്റ്റ്യൻ ആൻസർ മറ്റേത് എഴുതി കഴിഞ്ഞാല്, ഏത് ആ പോയതിന്റെ എഴുതി കഴിഞ്ഞില്ലേ? എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനനി ജന്മഭൂമിയുടെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതിന്റെ അർത്ഥം എഴുതി വെക്കുക. ഇത് നമ്മുടെ വൈകി വന്ന വെളിച്ചത്തിന്റെ അല്ലെ? അർത്ഥവും പര്യായവതും ഓപ്പോസിറ്റ് വേർഡും ഒക്കെ എഴുതുക, ചേർത്ത് എഴുതുക, വരെ എഴുതുക. അപ്പൊ അതിനുശേഷം ഞാൻ അത് രണ്ടും എഴുതരാം കേട്ടോ. ഏത് വാക്യത്തെ പ്രയോഗിക്കുകയും ഉത്തരം എഴുതുക. അതിനുശേഷം നമുക്ക് ഗണപതി സദ്യയൂണ്. അപ്പോ ഇന്ന് 14-ാമത്തെ പാഠാണ് അല്ലെ? എന്താണ് പേര്? പാഠം 14 കാളിദാസ പ്രതിഭ. അപ്പൊ അതാണ് നമുക്കിന്ന് ഇനി എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാം വേണ്ടേ? ഇനി ഇപ്പോ കുറെ ആയില്ലേ ഇടാത്തെ? എവിടുന്ന് വരെ നമ്മൾ ഇട്ടു? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മിസ് എവിടെയാണ് അതല്ലേ ഓർമ്മിക്കാൻ സമയം നമുക്ക് അല്ലെ? നമ്മൾ എവിടെ വരെയായിരുന്നു? എക്സാമിന് വന്നത് എവിടെ വരെയായിരുന്നു? അത്താഴ പറ്റ് അതുവരെ ആയിരുന്നില്ലേ? ആ പാഠം വരെ ആയിരുന്നില്ലേ? കാക്കയുടെ പാഠം അല്ല, അതിനു മുമ്പത്തെ പാഠം അല്ലെ? അപ്പൊ അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിട്ടില്ല. ഏത് എക്സാം ഇട്ടിട്ടാ മിസ്? അപ്പോ നിങ്ങൾക്ക് ഇനി കാക്ക ഒന്ന് നോട്ട് ചെയ്തോ. 8-ാമത്തെ പാഠം, പിന്നെ 9-ാമത്തെ പാഠം, 10-ാമത്തെ പാഠവും. 3 പാഠത്തിന്റെ ഒരു എക്സാം ഉണ്ട്. 3 പാഠം വെച്ച് ഒരു എക്സാം. ഓക്കെ, എല്ലാവരും പഠിച്ചിട്ട് തന്നെ വരണം, വെറുതെ വരാൻ പാടില്ല. ഓക്കെ, 3 പാഠത്തിന്റെ. ഓക്കെ, എപ്പോഴാണെന്നോ? അടുത്ത ക്ലാസ്സിൽ. അതായത് ഇനി നിങ്ങൾക്ക് എപ്പോഴാണ്? ശനിയാഴ്ചയല്ലേ അല്ലേ? സാറ്റർഡേ ലാസ്റ്റ് ക്ലാസ് അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ അന്ന് എക്സാം ഉണ്ടാവും. ഇന്ന് ബുധനാഴ്ചയാവുള്ളൂ. വ്യാഴം, വെള്ളി, ശനി. ഓക്കെ, ശനിയാഴ്ച ഫുൾ ഉണ്ട്, ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പോ അന്നേക്ക് 3 പാഠം ഓർമ്മിക്കണം. 8, 9, 10 3 പാഠം ഒരു എക്സാം. പഠിച്ചിട്ട് തന്നെ എഴുതണം, വെറുതെ പഠിക്കാതെ ആരും എഴുതാൻ വരണ്ട. അപ്പൊ ഇന്ന് നമുക്ക് കാളിദാസ പ്രതിഭ എന്ന പാഠം നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, all of you listen here, പേജ് നമ്പർ 59. നമ്മുടെ ആദ്യ കവിയായി നാം വിശേഷിപ്പിക്കുന്നത് വാൽമീകിയെയാണല്ലോ. എന്നാൽ ഭാരതീയ കവികളുടെ കുലഗുരു ആരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: മഹാകവി കാളിദാസൻ അല്ലെ? കാളിദാസ പ്രതിഭ എന്നാണ് പാഠത്തിന്റെ പേര്. അപ്പോ കാളിദാസൻ എന്നാണ് ജീവിച്ചിരുന്നതെന്ന് കൃത്യമായി ആർക്കും അറിയില്ല. പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ടാണ് കാളിദാസന്റെ കാലമായി ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിക്കുന്നത്. ഉജ്ജയിനി ആയിരുന്നു കാളിദാസന്റെ ജന്മദേശം. ഉജ്ജയിനി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന വിക്രമാദിത്യ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു ഇദ്ദേഹമെന്ന് കരുതപ്പെടുന്നു. കാളിദാസൻ എന്ന വാക്കിന് കാളിയുടെ ദാസൻ എന്നാണല്ലോ അർത്ഥം. ഇദ്ദേഹത്തിന് ഈ പേരും അവർണ്ണനീയമായ കാവ്യസിദ്ധിയും ലഭിച്ചതിന് പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. പേരുകേട്ട ഒരു രാജാവിന് ഒരു മകളുണ്ടായിരുന്നു. സുന്ദരി, സുശീല, മിടുക്കി, ബുദ്ധിമതി. രാജകുമാരിക്ക് കല്യാണപ്രായമായി. ആരെ വിവാഹം കഴിക്കണം? ഒരു വിദ്വാനെ വേണം വിവാഹം കഴിക്കേണ്ടത്. എങ്ങനെ വിദ്വാനെ കണ്ടുപിടിക്കും? അതിനുള്ള വഴി അച്ഛനും മകളും കൂടി കണ്ടെത്തി. അവർ ഒരു കവിതാ മത്സരം ഏർപ്പെടുത്തി. ആർക്കും വന്ന് കവിത ചൊല്ലാം. രാജകുമാരി അർത്ഥം പറയും. അർത്ഥം പറയാൻ പറ്റാത്ത കവിത ചൊല്ലി രാജകുമാരിയെ തോൽപ്പിക്കുന്ന ആൾ ആരാണോ അയാളായിരിക്കും രാജകുമാരിയെ വിവാഹം കഴിക്കുക. നിരവധി പണ്ഡിതന്മാരും കവികളും രാജകുമാരന്മാരും അത് കവിത ചൊല്ലി. വന്നവരെല്ലാം തോറ്റു തൊപ്പിയിട്ടു. രാജകുമാരിയെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. തോറ്റ കുമാരന്മാരെല്ലാം ഒത്തുകൂടി രാജകുമാരിയെ പറ്റിക്കാൻ അവർ തീരുമാനിച്ചു. ഒന്നും അറിയാത്ത മരമണ്ടനായ ഒരു ആട്ടിടയനെ കണ്ടുപിടിച്ച് ഒരു കവിത കാണാപ്പാഠം പഠിപ്പിച്ചു. എന്നിട്ട് രാജകുമാരിയുടെ പക്കലേക്ക് പറഞ്ഞയച്ചു. അതിശയമെന്ന് പറയട്ടെ, ആ മത്സരത്തിൽ രാജകുമാരി നിശേഷം തോറ്റു. അവൾ മാലയിട്ട് ഇടയനെ തന്റെ ഭർത്താവായി സ്വീകരിച്ചു. തനിക്ക് അബദ്ധം പറ്റിയ വിവരം രാജകുമാരി പിന്നീടാണ് മനസ്സിലാക്കിയത്. എങ്കിലും അവൾ സങ്കടപ്പെട്ടില്ല.
ഒട്ടും അക്ഷരജ്ഞാനമില്ലാത്ത വിഡ്ഢിയായ ആ ഇടയനെ അവൾ തൊട്ടടുത്തുള്ള ഒരു കാളീക്ഷേത്രത്തിലേക്ക് പറഞ്ഞയച്ചു. അയാൾ കാളീക്ഷേത്രത്തിനകത്ത് കയറി വാതിലടച്ച് കിടന്നു. പാതിരാത്രിയായപ്പോൾ ഒരു കാളിയമ്മ അവിടെ എത്തി. ക്ഷേത്രത്തിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട് കാളി വല്ലാതെ ദേഷ്യപ്പെട്ടു. കാളിയുടെ ഉറക്കെയുള്ള അലർച്ച കേട്ട് ഇടയൻ കണ്ണു തുറന്നു. അകത്താരാണ്? എന്റെ അനുവാദമില്ലാതെ എന്റെ ക്ഷേത്രത്തിൽ കടന്നവൻ ആര്? വേഗം പറയണം. പുറത്താരാണെന്ന് പറഞ്ഞാൽ അകത്താരാണെന്ന് അറിയിക്കാം. ഇടയൻ വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. പുറത്തു കാളിയാണ്, കാളി, ഭദ്രകാളി. കാളിയമ്മ അലറി. ഇത് കേട്ട് ഇടയൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, പുറത്ത് കാളിയാണെങ്കിൽ അകത്ത് കാളിയുടെ ദാസനാണേ. അമ്മ എന്നോട് കോപിക്കരുതേ. ഇടയന്റെ സംസാരം കാളിയെ സന്തോഷിപ്പിച്ചു. തന്റെ ദാസനാണ് അകത്തുള്ളതെന്ന് അറിഞ്ഞപ്പോൾ കാളിയുടെ കോപം ആറിത്തണുത്തു. ഉണ്ണി, നിനക്ക് എന്തു വേണം? നീ എന്തിനാണ് എന്റെ സന്നിധിയിൽ അഭയം തേടിയത്? കാളിയമ്മ ആരാഞ്ഞു. എനിക്ക് വിദ്യ വേണം ദേവി, വിദ്യ. ശരി ഉണ്ണി, നീ നിന്റെ നാവ് ഈ വാതിൽ പഴുതിലൂടെ പുറത്തേക്ക് നീട്ടൂ. കാളിയമ്മ അരുളി ചെയ്തു. ഇടയൻ തന്റെ നാവ് പുറത്തേക്ക് നീട്ടി. കാളിയമ്മ തന്റെ കൈവിരൽ കൊണ്ട് ഇടയന്റെ നാവിൽ വിദ്യ കുറിച്ചു കൊടുത്തു. അതോടെ അയാൾ വാതിൽ തുറന്നു. പുറത്തു വന്ന് ദേവിയുടെ തൃപ്പാദങ്ങളിൽ വീണു. ദേവി വീണ്ടും അയാളെ അനുഗ്രഹിച്ചു. ഇങ്ങനെ ഇടയൻ വിദ്വാനായി, കവിയായ കാളിദാസനായി. അപ്പൊ കാളിദാസൻ എങ്ങനെ ഉണ്ടായെന്ന് മനസ്സിലായോ ഇപ്പോ? പിന്നീട് അതിമനോഹരമായ കവിത ചൊല്ലിക്കൊണ്ടാണ് കാളിദാസൻ രാജകൊട്ടാരത്തിലേക്ക് ചെന്നത്. അനുഗ്രഹീതനായ കാളിദാസനെ രാജകുമാരി സസന്തോഷം എതിരേറ്റു. വിശ്വപ്രസിദ്ധങ്ങളായ നിരവധി കൃതികൾ കാളിദാസൻ രചിച്ചിട്ടുണ്ട്. രഘുവംശം, കുമാരസംഭവം, മേഘസന്ദേശം, ഋതുസംഹാരം എന്നിങ്ങനെ 4 കാവ്യങ്ങളും മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, അഭിജ്ഞാന ശാകുന്തളം എന്നിങ്ങനെ 3 നാടകങ്ങളുമാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ പ്രമുഖം. കാളിദാസൻ പിൻകാലത്ത് പ്രസിദ്ധനായി, മഹാകവിയായി, മരിച്ചിട്ടും മരിക്കാത്ത മഹാകവി. കാളിദാസ പ്രതിഭയുടെ തിളക്കം അദ്ദേഹത്തിന്റെ കാവ്യങ്ങളിലും നാടകങ്ങളിലും തെളിഞ്ഞു കാണാം. കാളിദാസന്റെ കവിത കേട്ടാൽ കാർമേഘങ്ങൾ മഴയായി പെയ്യും, മരിച്ചു കിടക്കുന്ന കുഞ്ഞ് പുനർജീവിക്കും, ഉണങ്ങിക്കരിഞ്ഞ മരങ്ങൾ വീണ്ടും തളിർക്കും. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ വിശ്വസിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ കാളിദാസനെ പറ്റിയാണ് നമുക്കിപ്പോ പഠിക്കാനുള്ളത് അല്ലേ? മഹാകവി കാളിദാസനെ പറ്റി. ഓക്കെ, അപ്പൊ കാളിദാസ പ്രതിഭ. കാളിദാസൻ എങ്ങനെയായതെന്ന് അറിയാം? കാളിയുടെ ദാസൻ, അതാണ് കാളിദാസൻ. അപ്പൊ നമ്മുടെ ആദ്യ കവിയായി നാം വിശേഷിപ്പിക്കുന്നത് വാൽമീകിയാണ്. അപ്പൊ വാൽമീകി എന്താണ് എഴുതിയത് അറിയോ? വാൽമീകി രാമായണം അല്ലേ? രാമായണം അറിയില്ലേ? രാമായണവും മഹാഭാരതവും ഒക്കെ കേട്ടിട്ടുണ്ടോ കുട്ടികളെ നിങ്ങള്? രാമായണം കേട്ടിട്ടില്ല? രാമായണം മുഴുവൻ പറഞ്ഞിട്ടും രാമന് സ്ഥിതി ആരാണെന്ന് അറിയില്ല എന്ന് നമ്മൾ പറയാറുണ്ട് പൊതുവെ അല്ലേ? രാമായണത്തിലെ കഥ മുഴുവൻ പറഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് അതറിയില്ലേ രാമനും സീതയും തമ്മിലുള്ള ബന്ധം? അപ്പൊ എന്താണ് രാമായണം? ആരുടെ കഥയാണ് രാമായണം? ഓക്കെ, ഉറപ്പിച്ച് പറഞ്ഞോ. രാമന്റെ കഥ തന്നെയാണല്ലേ രാമായണത്തിൽ പറയുന്നത്. ഓക്കെ, രാമനും സീതയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയോ? എന്താണ് ദിയ? ഭാര്യ ഭർത്തൃ ബന്ധം അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഏകദേശം ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ചിലപ്പോ അറിയില്ല. അപ്പൊ രാമായണം മുഴുവൻ പറഞ്ഞു. അപ്പൊ രാമനും സീതയും തമ്മിൽ ആരാണെന്ന് അറിയില്ലേ? നമ്മൾ ഇങ്ങനെ ഒരു തമാശയായിട്ട് പറയലുണ്ട് അല്ലേ? രാമായണം മുഴുവൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് അറിഞ്ഞിട്ടില്ലേന്ന് പറയാറുണ്ട്. അപ്പോ രാമായണം രാമന്റെ കഥ തന്നെയാണ് അല്ലേ? രാമായണത്തില് അതാണ് പറഞ്ഞത്. അപ്പോ വാൽമീകിയുടെയാണ് രാമായണം അല്ലേ? എന്നാൽ ഇവിടെ ഭാരതീയ കവികളുടെ കുലഗുരു ആരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ആരാണ്? കാളിദാസൻ അല്ലേ? മഹാകവി കാളിദാസൻ. അപ്പോ നമ്മുടെ ആദികവിയെ നമ്മൾ വിശേഷിപ്പിക്കുന്ന വാൽമീകിയാണല്ലോ. എന്നാൽ ഭാരതീയ കവികളുടെ കുലഗുരു ആരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അതാരാണ്? മഹാകവി കാളിദാസൻ. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? കാളിദാസൻ എന്നാണ് ജീവിച്ചിരുന്നതെന്ന് കൃത്യമായി ആർക്കും അറിയില്ല. പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ക്രിസ്തുവിന് മുമ്പ്, അതായത് BC എന്ന് പറയാറുണ്ട് അല്ലെ? ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും. നിങ്ങൾക്ക് അറിയില്ലേ മക്കളെ? ഹിസ്റ്ററിയിലെല്ലാം പഠിക്കുന്നില്ലേ? BC AD എല്ലാം. ഓക്കെ,
ഇപ്പൊ ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ടോടെയാണ് കാളിദാസന്റെ കാലമായി ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിക്കുന്നത്. ഉജ്ജയിനി ആയിരുന്നു കാളിദാസന്റെ ജന്മദേശം. ഏതായിരുന്നു കാളിദാസന്റെ ജന്മദേശം? ഉജ്ജയിനി അല്ലെ. ഉജ്ജയിനിയാണ് കാളിദാസന്റെ ജന്മദേശം. ഉജ്ജയിനി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന വിക്രമാദിത്യ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു ഇദ്ദേഹമെന്ന് കരുതപ്പെടുന്നു. അല്ലെ, നവരത്നങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ നവം എന്ന് പറഞ്ഞാൽ എത്രയാണ്? നവം എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 9. ഓക്കെ, 9 അല്ലെ. 9 രത്നങ്ങള്, നവരത്നങ്ങള്. അപ്പൊ ഏതൊക്കെയാണെന്ന് അറിയോ നവരത്നങ്ങള്? ഏതൊക്കെയാണ് രത്നങ്ങള്, നവരത്നങ്ങള്? മുത്ത്, പിന്നെയോ മാണിക്യം, പിന്നെ വൈഡൂര്യം, ഗോമേതകം, പിന്നെയോ വജ്രം, പവിഴം, പത്മരാഗം, മരതകം, നീലം. ഇതാണ് 9 രത്നങ്ങള് അല്ലെ. 9 രത്നങ്ങള്, നവരത്നങ്ങള് ഇതാണ്. ഓക്കെ. മുത്ത്, മാണിക്യം, വൈഡൂര്യം, ഗോമേതകം, വജ്രം, പിന്നെയോ പവിഴം, പത്മരാഗം, മരതകം, നീലം. ഇതാണ് നവരത്നങ്ങളിൽ പെടുന്നത് അല്ലെ. നവരത്നങ്ങളിൽ പെടുന്നത്. ഓക്കെ. അപ്പൊ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് കരുതപ്പെടുന്നു അല്ലെ. അപ്പൊ അതാണ് അതിൽ കാളിദാസൻ എന്നാണ് ജീവിച്ചിരുന്നത് കൃത്യമായ പഴയ കാര്യങ്ങള് നമ്മളിപ്പം എഴുത്തച്ഛൻ കൃത്യമായി ഒരു സമയം പറയാറില്ല അല്ലെ. പണ്ട് ഈ അളവിൽ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നു എന്ന് പറയാറുണ്ട് അല്ലെ. അത്രയേ ഉള്ളൂ, അങ്ങനെയല്ലേ പറയാറുള്ളൂ. അതുപോലെ കാളിദാസൻ എന്നാണ് ജീവിച്ചിരുന്നത് എന്ന് കൃത്യമായി ആർക്കും അറിയില്ല. പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ടാണ് കാളിദാസന്റെ കാലമായി ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിക്കുന്നത്. ഉജ്ജയിനി ആയിരുന്നു കാളിദാസന്റെ ജന്മദേശം. ഉജ്ജയിനി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന വിക്രമാദിത്യ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് കരുതപ്പെടുന്നു. നെക്സ്റ്റ് എന്താ പറയുന്നത്? കാളിദാസൻ എന്ന വാക്കിന് കാളിയുടെ ദാസൻ എന്നാണല്ലോ അർത്ഥം. കാളി ദേവി അല്ലേ, കാളിയുടെ ദാസൻ എന്നാണല്ലോ അർത്ഥം. ഇദ്ദേഹത്തിന് ഈ പേരും അവർണ്ണനീയമായ കാവ്യസിദ്ധിയും ലഭിച്ചതിന് പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യമാണ് ഇവിടെ പറയുന്നത്. പേര് കേട്ട ഒരു രാജാവിന് ഒരു മകൾ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അവള്? സുന്ദരിയായിരുന്നു, സുശീലയായിരുന്നു. സുശീല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നല്ല ശീലമുള്ളവൾ അല്ലെ, സുശീല. അപ്പൊ സുശീല, മിടുക്കി, ബുദ്ധിമതി. അപ്പൊ എങ്ങനെയൊക്കെ ആയിരുന്നു അവള്? സുന്ദരിയായിരുന്നു, നല്ല ശീലമുള്ളവളായിരുന്നു, പിന്നെയോ മിടുക്കി, ബുദ്ധിമതി, ബുദ്ധി ഉണ്ടായിരുന്നു അല്ലെ ആവശ്യത്തിന്. ഓക്കെ. രാജകുമാരിക്ക് കല്യാണപ്രായമായി. ആരെ വിവാഹം കഴിക്കണം? ഒരു വിദ്വാനെ വേണം വിവാഹം. വിദ്വാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അറിവുള്ളവൻ അല്ലെ, വിദ്വാൻ. വിദ്വാനെ വേണം വിവാഹം കഴിക്കേണ്ടത്. എങ്ങനെ വിദ്വാനെ കണ്ടുപിടിക്കും? അതിനുള്ള വഴി അച്ഛനും മകളും കൂടി കണ്ടെത്തി. എന്താ കണ്ടെത്തിയത്? അവർ ഒരു കവിതാ മത്സരം ഏർപ്പെടുത്തി. ആർക്കും വന്ന് കവിത ചൊല്ലാം. രാജകുമാരി അർത്ഥം പറയും. അർത്ഥം പറയാൻ പറ്റാത്ത കവിത ചൊല്ലി രാജകുമാരിയെ തോൽപ്പിക്കുന്ന ആൾ ആരാണോ അയാളായിരിക്കും രാജകുമാരിയെ വിവാഹം കഴിക്കുക. അതാണ് വെച്ചത് അല്ലെ. ഓക്കെ. അവർ ഒരു കവിതാ മത്സരം ഏർപ്പെടുത്തി. ആർക്കും വന്ന് കവിത ചൊല്ലാം. അപ്പൊ ആരാണെന്നില്ല, പക്ഷെ അത് രാജകുമാരി അർത്ഥം പറയാം. അർത്ഥം പറയാൻ പറ്റാത്ത ആരാണ് പറയുന്നത് അവർക്ക് അവളെ വിവാഹം കഴിക്കാം. അങ്ങനെയാണ് തോൽപ്പിക്കുന്ന ആളെ വിവാഹം കഴിക്കും. അങ്ങനെയാണ് അത് വെച്ചത് അല്ലെ. നിരവധി പണ്ഡിതന്മാരും കവികളും രാജകുമാരന്മാരും വന്ന് കവിത ചൊല്ലി. വന്നവരെല്ലാം തോറ്റ് തൊപ്പിയിട്ടു. രാജകുമാരിയെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല അല്ലെ. രാജകുമാരിക്ക് നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആർക്കും രാജകുമാരിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, അത് മതിയല്ലേ മക്കളെ? എത്ര പേരെ മതി അല്ലേ? ഓക്കെ, ഒന്ന് വായിച്ചേ ആൻമരി, ഒന്ന് വായിച്ചേ. പാഠം 14. കാളിദാസ പ്രതിഭ. നമ്മുടെ ആദി കവിയായി നാം വിശേഷിപ്പിക്കുന്നത്
വാൽമീകിയാണല്ലോ. എന്നാൽ ഭാരതീയ കവികളുടെ കുലഗുരു ആരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. മഹാകവി കാളിദാസൻ. കാളിദാസൻ എന്നാണ് ജീവിച്ചിരുന്നതെന്ന് കൃത്യമായി ആർക്കും അറിയില്ല. പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ടാണ് കാളിദാസന്റെ കാലമായി ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിക്കുന്നത്. ഉജ്ജയിനിയായിരുന്നു കാളിദാസന്റെ ജന്മദേശം. ഉജ്ജയിനി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന വിക്രമാദിത്യ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിലെ ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് കരുതപ്പെടുന്നു. കാളിദാസൻ എന്ന വാക്കിന് കാളിയുടെ ദാസൻ എന്നാണല്ലോ അർത്ഥം. ഇദ്ദേഹത്തിന് ഈ പേരും അവർണ്ണീയമായ കാവ്യസിദ്ധിയും ലഭിച്ചതിന് പിന്നിൽ രസകരമായ ഒരൈതിഹ്യമുണ്ട്. പേര് കേട്ട ഒരു രാജാവിന് ഒരു മകളുണ്ടായിരുന്നു. സുശീല, മിടുക്കി, ബുദ്ധിമതി. രാജകുമാരിക്ക് കല്യാണ പ്രായമായി. ആര് വിവാഹം കഴിക്കണം? ഒരു വിദ്വാനെ വേണം വിവാഹം കഴിക്കേണ്ടത്. എങ്ങനെ വിദ്വാനെ കണ്ടുപിടിക്കും? അതിനുള്ള വഴി അച്ഛനും മകളും കൂടി കണ്ടെത്തി. അവർ ഒരു കവിതാ മത്സരം ഏർപ്പെടുത്തി. ആർക്കും വന്ന കവിത ചൊല്ലാം. രാജകുമാരി അർത്ഥം പറയാൻ പറ്റാത്ത കവിത ചൊല്ലി രാജകുമാരിയെ തോൽപ്പിക്കുന്ന ആളാരാണോ അയാളായിരിക്കും രാജകുമാരിയെ വിവാഹം കഴിക്കുക. നിരവധി പണ്ഡിതന്മാരും കവികളും രാജകുമാരന്മാരും വന്ന കവിത ചൊല്ലി. വന്നവരെല്ലാം തോറ്റു തൊപ്പിയിട്ടു. രാജകുമാരിയെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഇത്രയും മതിയോ മിസ്സേ? ഓക്കെ, നെക്സ്റ്റ് ഷോണും വായിച്ചോ. പാഠം 14. കാളിദാസ പ്രതിഭ. നമ്മുടെ ആദ്യ കവിയായി നാം വിശേഷിക്കുന്നത് വാൽമീകിയെയാണല്ലോ. എന്നാൽ ഭാരതീയ കവിയുടെ കുലഗുരു ആരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. മഹാകവി കാളിദാസൻ. കാളിദാസൻ എന്നാണ് ജീവിച്ചിരുന്നതെന്ന് കൃത്യമായി ആർക്കും അറിയില്ല. പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ടാണ് കാളിദാസന്റെ കാലമായി ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിക്കുന്നത്. ഉജ്ജയിനിയായിരുന്നു കാളിദാസന്റെ ജന്മദേശം. ഉജ്ജയിനി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന വിക്രമാദിത്യ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു ഇദ്ദേഹമെന്ന് കരുതപ്പെടുന്നു. കാളിദാസൻ എന്ന വാക്കിന് കാളിയുടെ ദാസൻ എന്നാണല്ലോ അർത്ഥം. ഇദ്ദേഹത്തിന് ഈ പേരും അവർണ്ണനീയമായ കാവ്യസിദ്ധിയും ലഭിച്ചതിന് പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. പേര് കേട്ട ഒരു രാജാവിന് ഒരു മകളുണ്ടായിരുന്നു. സുന്ദരി, സുശീല, മിടുക്കി, ബുദ്ധിമതി. രാജകുമാരിക്ക് കല്യാണ പ്രായമായി. ആരെ വിവാഹം കഴിക്കണം? ഒരു വിദ്വാനെ വേണം വിവാഹം കഴിക്കേണ്ടത്. എങ്ങനെ വിദ്വാനെ കണ്ടുപിടിക്കും? അതിനുള്ള വഴി അച്ഛനും മകളും കൂടി കണ്ടെത്തി. അവർ ഒരു കവിതാ മത്സരം ഏർപ്പെടുത്തി. ആർക്കും വന്ന് കവിത ചൊല്ലാം. രാജകുമാരി അർത്ഥം പറയാൻ പറ്റാത്ത കവിത ചൊല്ലി രാജകുമാരിയെ തോൽപ്പിക്കുന്ന ആരാണോ അയാളായിരിക്കും രാജകുമാരിയെ വിവാഹം കഴിക്കുക. നിരവധി പണ്ഡിതന്മാരും കവികളും രാജകുമാരന്മാരും വന്ന് കവിത ചൊല്ലി. വന്നവരെല്ലാം തോറ്റു തൊപ്പിയിട്ടു. രാജകുമാരിയെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഇത് നല്ലപോലെ വായിക്കൂ കേട്ടോ മക്കളെ. ഓക്കെ, ശ്രേയര ഒരു വിവരവുമില്ല, അവിടെ നിൽക്കുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഈ പാഠം നല്ലപോലെ വായിക്കണേ. അടുത്തവരെ. ഓക്കെ, ബൈ, സീ യു.